മഞ്ജുചേച്ചിലേക്ക് വന്നല്ലേ, മഞ്ജുചേച്ചി ഒരു ഗംഭീര ആക്ടറാണ്. പക്ഷെ നമ്മൾ ഈ ഗംഭീര ആക്ടർ എന്നിങ്ങനെ പലതവണ ആവർത്തിച്ച് പറയുന്ന സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോം, ഫാലിമി, ഇപ്പൊ ഈ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി, ഇതിലൊക്കെയാണ്. അതിന് ഇത്രയും സുന്ദരിയായ ചേച്ചീനെ ആ ഒരു ലെവലിലേക്ക് മാറ്റുമ്പോഴാണ് ചേച്ചിയുടെ യഥാർത്ഥ ആക്ടിങ് സ്കിൽസ് പുറത്തു വരുന്നോന്ന് തോന്നുന്നുണ്ടോ ചേച്ചി? വ്യക്തമായില്ലേ? ഇവര് ചോദിക്കണ എന്താണെന്നറിയാമോ, ഈ മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ട് അതെന്റെ മനസ്സിൽ വെച്ച് അങ്ങനെ വല്ലതും ആണോ? ഇതൊരു യൂട്യൂബ് ഫാമിലിയുടെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ട് ഒരു ഭാവിയിൽ ഒരു പേഴ്സണൽ യൂട്യൂബ് ചാനൽ നിങ്ങളിൽ ആരായിരിക്കും തുടങ്ങാൻ സാധ്യതയുള്ളത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാനായിട്ട് തുടങ്ങത്തില്ല, ഇവരോട് ചോദിച്ചു. മഞ്ജുചേച്ചി, ഷാരിസ് ഇപ്പോ സഫിയത്തയുടെ ക്യാരക്ടർ പറയുന്ന സമയത്ത് സ്നേഹത്തോട് സാമ്പാറിനൊപ്പം സ്നേഹം കൂടി വിളമ്പാൻ പറയുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, ഇങ്ങനെ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഇത്ര അഹങ്കരിക്കേണ്ട കാര്യം. ഹോട്ടല് ആളാണല്ലോ, അപ്പൊ അതിന്റെ കൂടെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ സ്നേഹം കൂടി വിളമ്പുന്ന ടൈപ്പ് ആളാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ നേരെ പോണം, എന്റെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് സാമ്പാർ വിളമ്പുമ്പോ സാമ്പാർ വിളമ്പും, അല്ല രണ്ടും കൂടെ ദിലീപേട്ടന്റെ അനിയൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടന്റെ അനിയന്മാരെയും ചേട്ടന്മാരെയും നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഷാരിസ് മുഹമ്മദും ഡയറക്ടറും ഒക്കെ പറഞ്ഞു തന്നതിനപ്പുറം എന്തെങ്കിലും ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു? റെഫറൻസിന് അങ്ങനെയൊന്നും തന്നിട്ടില്ലായിരുന്നു. എന്നെ ആദ്യം കണ്ടപ്പോ ഇവര് പറഞ്ഞത് ഇറങ്ങിപ്പോടാ. എന്റെ ഏജുമായിട്ട് ഈ ക്യാരക്ടറിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ഒരു 24 വയസ്സുകാരനാകുന്ന ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സാധനം ചോദിച്ചു. ഞാൻ എന്നിട്ട് അന്ന് തൊട്ട് ഭക്ഷണക്രമങ്ങളെല്ലാം മാറ്റി ഡയറ്റിങ്ങും പരിപാടിയെല്ലാം പിടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് വിൻഡോയ്ക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ 10 വയസ്സ് കൂടി.